ആദ്യം കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്കാണ്. സംസ്ഥാനത്ത് തുലാവർഷം കനക്കുന്നു. അടുത്ത 5 ദിവസം ശക്തമായ മഴ തുടരും. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകി. എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 8 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുമുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിൽ നാളെ മഴ മുന്നറിയിപ്പുണ്ട്. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെയും ഓറഞ്ച് അലർട്ടാണ്. ഇടുക്കിയിൽ ഇന്നലെ രാത്രിയിൽ പെയ്ത അതിശക്തമായ മഴയിൽ വ്യാപക നാശനഷ്ടം. കുമളിയിൽ പെയ്ത അതിശക്തമായ മഴയിൽ നിരവധി വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി. നീരൊഴുക്ക് കൂടിയതോടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് ഒഴുക്കുന്ന വെള്ളത്തിന്റെ അളവ് കൂട്ടി. മഴ ശക്തമായതോടെ കയ്യിലൊതുങ്ങുന്ന സാധനങ്ങളുമായി സ്വന്തം വീടുകളിൽ നിന്ന് ദിവസവും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറേണ്ട അവസ്ഥയിലാണ് ആളുകൾ. ഇന്നലെ രാത്രി 9 മണി മുതൽ 12 മണി വരെ പെയ്ത മഴയിലാണ് കുമളിയിൽ വെള്ളം പൊങ്ങിയത്. മിനിഞ്ഞാന്ന് വൈകിട്ട് കയറിയിട്ട് ഇന്നലെ എല്ലാം തൂത്തുവാരി എല്ലാം കഴുകിപ്പറക്കിയൊക്കെ ഇട്ടതാ. അന്നേരം തന്നെ ഇന്നലെ 9:30 മഴ പെയ്ത് കയറിയേക്കുന്നത്. കുമളി 1-ാം മൈലിന് സമീപമുണ്ടായ ഉരുൾപൊട്ടലാണ് മലവെള്ളപ്പാച്ചിലിന് കാരണം. കുമളി ആനവിലാസം റോഡിൽ പല സ്ഥലത്തും മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. റോഡിലെ മൺകൂനയിൽ ബൈക്കിടിച്ചു കയറി വെള്ളാരംകുന്ന് സ്വദേശി തങ്കച്ചൻ മരിച്ചു. മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കിയതോടെ പെരിയാറിന്റെ തീരത്തെ വീടുകളിൽ വെള്ളം കയറി. ഡാം തുറക്കുമ്പോൾ ഏറ്റവും ഫസ്റ്റ് കയറുന്ന കറുപ്പാല ഏരിയയിലെ ഈ കർഷിക്കാട് ആറ്റോരമാണ് ഇത്. പിള്ളേരെ കൊണ്ട് ഇഞ്ചിക്കാട്ടി വിട്ടിരിക്കുകയാണ് ഞങ്ങള്. ഒന്നും വയ്യാത്ത ഇതാ. രാത്രിയൊന്നും ഒരു പൊട്ടം ഇറങ്ങിയിട്ടില്ല ഞങ്ങള്. സാധനങ്ങളെല്ലാം എടുത്ത് റോഡിലോട്ട് കയറ്റിയിടും. ഇല്ലേ എല്ലാം കെട്ടി മേളി പൊക്കി എടുത്ത് വെക്കും. ഏത് സാഹചര്യത്തെ നേരിടാൻ സജ്ജമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ഇപ്പോഴത്തെ നിലയിൽ എല്ലാം അണ്ടർ കൺട്രോളാണ്. ആവശ്യമായിട്ടുള്ള മുന്നറിയിപ്പുകളെല്ലാം നൽകിയിട്ടുണ്ട്. മുല്ലപ്പെരിയാർ തുറക്കുന്നതുൾപ്പെടെ ഡാമുകൾ തുറക്കുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടിയാണ് നമ്മൾ നോക്കിക്കാണുന്നത്. ഇതിനിടെ കൂട്ടാർ ടൗണിലെ മലവെള്ളപ്പാച്ചിൽ ഒലിച്ചുപോയ ട്രാവലർ കരക്കടുപ്പിച്ചു. വാഹനം പൂർണ്ണമായും തകർന്നു. 24 ഇടുക്കി. ശക്തമായ മഴയിൽ കൊച്ചി നഗരത്തിൽ അതിരൂക്ഷമായ വെള്ളക്കെട്ടുണ്ടായി. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് കടകളിൽ വെള്ളം കയറി. ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് പെയ്ത മഴയിൽ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുണ്ടായ വെള്ളക്കെട്ടിന്റെ ദൃശ്യങ്ങളാണിത്. രാവിലെ റെയിൽവേ സ്റ്റേഷനിലെത്തിയ യാത്രക്കാർ വെള്ളക്കെട്ടിൽ വലഞ്ഞു. എങ്ങനെ ആൾക്കാർ ഇറങ്ങി വരും? കാര്യം നടുവൊന്നും വയ്യാത്തൊരു. എത്ര നേരം കൊണ്ട് നിൽക്കുവാ ഇവിടെ? സൗത്ത് റെയിൽവേ സ്റ്റേഷൻ മുതൽ പനമ്പള്ളി നഗർ വരെയുള്ള ഭാഗത്ത് മേഘവിസ്ഫോടനമുണ്ടായോ എന്ന് സംശയമെന്ന് കൊച്ചി മേയർ എം അനിൽകുമാർ. ഇതൊരു സ്ട്രെച്ച് ഏരിയയിൽ, ഇപ്പോൾ അതാണല്ലോ ഈ മിനി ക്ലൗഡ് ബസ് എന്ന് പറയുന്നത്. ഒരു ചെറിയ സ്ട്രെച്ചിൽ കൂടുതൽ മഴ പെയ്തിട്ടുണ്ടോ ഒന്ന്. 2, ഈ മുല്ലപ്പെരിയാറൊക്കെ തുറന്നതിന്റെ ഭാഗമായി പുഴയിൽ വെള്ളം കൂടിയിട്ട് വലിവിന് പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഇതൊക്കെ നമ്മൾ പരിശോധിക്കേണ്ട. കാനകളിൽ വെള്ളം നിറഞ്ഞതാണ് വെള്ളക്കെട്ടിന് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. വെള്ളം പോകാൻ മറ്റൊരിടമില്ലാതെ ഇരുന്നതും കാരണമായി. കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും കാര്യമായ നടപടികളൊന്നും ഇല്ലാതിരുന്നതോടെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ നേരിട്ടിറങ്ങി. മഴ മാറിയതോടെ വെള്ളക്കെട്ടിന് ശമനമുണ്ട്. എന്നാൽ ഇനി ഒരിക്കൽ കൂടി മഴ ശക്തമായാൽ വീണ്ടും വെള്ളക്കെട്ടുണ്ടാകും. 24 കൊച്ചി. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിലായി 3 പേരെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. പാലക്കാട് കോട്ടായിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥിയെയും കാസർഗോഡ് കവായിയിൽ മീൻ പിടിക്കാനിറങ്ങിയ യുവാവിനെയുമാണ് കാണാതായത്. പമ്പാ നദിയിലും ഒരാളെ കാണാതായി. മറ്റു വാർത്തകളിലേക്ക്. KPCC പുനഃസംഘടനയിൽ ഓർത്തഡോക്സ് സഭയ്ക്ക് പിന്നാലെ വിമർശനവുമായി ലത്തീൻ സഭയും. അർഹമായ പ്രാതിനിധ്യം ലഭിച്ചില്ല എന്ന് കണ്ണൂർ രൂപതാ ബിഷപ്പ് മാർ അലക്സ് മടക്കുംതല കുറ്റപ്പെടുത്തി. സഭയുടെ അടിസ്ഥാനത്തിലല്ല കോൺഗ്രസിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നായിരുന്നു ഓർത്തഡോക്സ് സഭയുടെ വിമർശനത്തിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണം. ചാണ്ടിയുമ്മനെയും അബിൻ വർക്കിയെയും പരിഗണിക്കാത്തതിൽ ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ യൂലിയോസ് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് അർഹമായ പ്രാതിനിധ്യം നൽകില്ലെന്ന ലത്തീൻ സഭയുടെ പരാതി. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ സാന്നിധ്യത്തിലായിരുന്നു കണ്ണൂർ രൂപതാ ബിഷപ്പ് മാർ അലക്സ് വടക്കുംതലയുടെ വിമർശനം. കണ്ണൂർ ഈ ഭാഗത്തേക്ക് ഒരാളുടെ പോലും പരിഗണിച്ചിട്ടില്ല എന്നുള്ളത് ഞാൻ സ്നേഹത്തോടുകൂടെ അതോടൊപ്പം തന്നെ ആദരവോടുകൂടെ അതിന്റെ സംസ്ഥാന പ്രസിഡന്റിനോട് പറയുകയാണ്. ലാറ്റിൻ കാത്തലിക് കമ്മ്യൂണിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ ദളിത് വിഭാഗത്തിൽ നിന്ന് കാര്യമായ ഒരു പരിഗണനയും ലഭിക്കാത്തതും അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ പറയുന്നതാണല്ലോ നല്ലതെന്ന് ഞാൻ കരുതുന്നു. എല്ലാ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണം. വെയിറ്റ് ആൻഡ് സീ.
ഇതിനിടെ യൂത്ത് കോൺഗ്രസ് പുനഃസംഘടനയിൽ കോൺഗ്രസ് നേതൃത്വത്തോട് എ ഗ്രൂപ്പ് നിബന്ധനകൾ മുന്നോട്ടുവച്ചു. വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിലിന്റെ നിയമനം റദ്ദാക്കണമെന്നും അല്ലെങ്കിൽ എ ഗ്രൂപ്പിൽ നിന്ന് 2 പേരെ കൂടി വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്നുമാണ് ആവശ്യം. 24 കൊച്ചി. 24 ബിഗ് ബ്രേക്കിംഗ്. ശബരിമലയിൽ നിന്നും തട്ടിയെടുത്ത സ്വർണം മറിച്ചുവിറ്റുവെന്ന് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി. സ്പോൺസർമാരിൽ നിന്ന് ലഭിച്ച സ്വർണവും പണമാക്കി മാറ്റി ഭൂമി ഇടപാടുകൾക്കായി ഉപയോഗിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിർണായക രേഖകൾ SIT കണ്ടെത്തി. കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യലിലാണ് സ്വർണം മറിച്ചുവിറ്റെന്ന് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി സമ്മതിച്ചത്. സ്പോൺസർമാരിൽ നിന്നും ലഭിച്ച സ്വർണവും പണമാക്കി. പണം ഭൂമി ഇടപാടുകൾക്ക് ഉപയോഗിച്ചു. രേഖകൾ ഉണ്ണികൃഷ്ണൻ പോറ്റി നശിപ്പിച്ചെന്നും സംശയമുണ്ട്. ഇതിന് പിന്നാലെയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലെ പരിശോധന. സ്വർണ്ണക്കൊള്ള ഗൂഢാലോചനയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെയും തട്ടിപ്പ് സംഘത്തിലെയും 15ഓളം പേരുടെ വിവരങ്ങൾ കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റി വെളിപ്പെടുത്തി. ഇതിലൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇരവാദം ഉയർത്തുകയാണോ എന്ന് അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട്. എങ്കിലും വെളിപ്പെടുത്തിയ പേരുകളിലേക്ക് അന്വേഷണം ഉടനെത്തും. സ്വർണ്ണക്കൊള്ളയുടെ തിരക്കഥയുണ്ടാക്കിയത് ബംഗളൂരുവിൽ വെച്ചാണെന്നാണ് വെളിപ്പെടുത്തൽ. സ്വർണ്ണപ്പാളി ചെമ്പായി തെറ്റായി രേഖപ്പെടുത്തിയതും പാളികൾ തിരിച്ചെത്തിയപ്പോൾ തൂക്കം നോക്കാതിരുന്നതുമെല്ലാം ഇതിന്റെ ഭാഗമാണ്. തട്ടിപ്പിന്റെ മുഖ്യ ആസൂത്രകൻ കൽപേഷാണെന്നാണ് പോറ്റിയുടെ മൊഴി. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് 1/2 കിലോയോളം സ്വർണം കൊണ്ടുപോയ കൽപേഷ്, സ്പോൺസറായ നാഗേഷ്, സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി എന്നിവരെ പിടികൂടിയാൽ അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സംസ്ഥാനത്തിന് പുറത്തും ഉടൻ തെളിവെടുപ്പ് നടത്തും. നിലവിൽ ലഭിച്ച നിർണായക വിവരങ്ങൾ പരാമർശിച്ച് പ്രത്യേക അന്വേഷണ സംഘം ചൊവ്വാഴ്ച ഹൈക്കോടതിയിൽ ഇടക്കാല റിപ്പോർട്ട് നൽകും. സസ്പെൻഷനിലുള്ള ദേവസ്വം ഉദ്യോഗസ്ഥൻ മുരാരി ബാബുവിനെയും ഉടൻ ചോദ്യം ചെയ്യും. 24 തിരുവനന്തപുരം. ശബരിമല ശ്രീകോവിലിലെ പുതിയ വാതിൽ പ്രദർശിപ്പിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി പണപ്പിരിവ് നടത്തിയിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ച് ബംഗളൂരു ശ്രീറാംപുര അയ്യപ്പ ക്ഷേത്രം ട്രസ്റ്റ്. ഇടപാട് നടത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റി നേരിട്ടാണെന്നും ക്ഷേത്രത്തിന് ബന്ധമില്ല എന്നും ട്രസ്റ്റ് സെക്രട്ടറി NS വിശ്വംഭരൻ 24നോട് പറഞ്ഞു. അറസ്റ്റിന് മുൻപ് ഉണ്ണികൃഷ്ണൻ പോറ്റി ബംഗളൂരുവിൽ എത്തിയിരുന്നുവെന്നും NS വിശ്വംഭരൻ വെളിപ്പെടുത്തി. 24 എക്സ്ക്ലൂസീവ്. സ്വർണ്ണപ്പാളിയിലെ സ്വർണം കൈക്കലാക്കിയതു മാത്രമല്ല, ശബരിമല ശ്രീകോവിലിന്റെ വാതിൽ പ്രദർശിപ്പിച്ചും ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയത് വൻ തട്ടിപ്പ്. ചെന്നൈക്ക് പുറമെ ബംഗളൂരുവിലും പണപ്പിരിവ് നടത്തി. സ്വർണം പൂശിയ ശേഷം വാതിൽ ബംഗളൂരു ശ്രീറാംപുര അയ്യപ്പ ക്ഷേത്രത്തിലെത്തിച്ച് പണപ്പിരിവ് നടത്തിയെന്നാണ് ക്ഷേത്രം ട്രസ്റ്റ് സെക്രട്ടറിയുടെ വെളിപ്പെടുത്തൽ. വ്യവസായികൾ ഉൾപ്പെടെ നിരവധി പേരിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും പണം വാങ്ങി. വലിയ തുക നൽകിയത് അങ്ങനെ നിങ്ങളോടാരും പറഞ്ഞിട്ടില്ല? ഇവിടെ പലരും പറയുന്നുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഒരാൾ പറഞ്ഞ് അയാളുടെ അമ്പലത്തിൽ വരുന്ന ഒരാൾ പറഞ്ഞ് അയാളുടെ ചേട്ടൻ എന്തോ കൊടുത്തിരുന്നെന്ന്, അയാൾ മരിച്ചുപോയെന്ന് പറഞ്ഞു. അറസ്റ്റിന് മുമ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റി ക്ഷേത്രത്തിലെത്തിയിരുന്നുവെന്നും ട്രസ്റ്റ് സെക്രട്ടറി NS വിശ്വംഭരൻ 24നോട് പറഞ്ഞു. അവിടെ ഇപ്പൊ 3-4 ദിവസം മുമ്പ് പ്രത്യക്ഷമായല്ലോ, അന്ന് കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിൽ വന്നോ? ക്ഷേത്രത്തിൽ വന്ന് തൊഴാൻ വന്നിട്ട് പോയി. അന്ന് ഉച്ചയ്ക്കാണ് അവിടെ കണ്ടത്, ട്രിവാൻഡ്രത്ത്. അറസ്റ്റിന് മുമ്പ് എന്തിനാണ് പോറ്റി ബംഗളൂരുവിൽ വന്നത്? നടത്തിയ ഇടപാടുകളുടെ തെളിവുകൾ നശിപ്പിക്കാനാണോ എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. 24 ബംഗളൂരു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സെക്രട്ടേറിയറ്റ് വളഞ്ഞ രാപ്പകൽ സമരത്തിന് BJP. അടുത്ത വെള്ളിയാഴ്ച വൈകിട്ട് ആരംഭിച്ച് അടുത്ത ദിവസം ഉച്ചവരെ സെക്രട്ടേറിയറ്റിന്റെ 3 ഗേറ്റുകൾ വളയാനാണ് തീരുമാനം. കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതിയായ PM ശ്രീയെ ചൊല്ലി LDFിലും മന്ത്രിസഭയ്ക്കുള്ളിലും ഭിന്നത. പദ്ധതിയിൽ ഒപ്പിടാനുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനത്തിനെതിരെ CPI രംഗത്ത് വന്നു. അവകാശപ്പെട്ട ഫണ്ട് സാങ്കേതികത്വം പറഞ്ഞ വാങ്ങാതിരിക്കില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. CPIയുടെ എതിർപ്പിനെ തുടർന്ന് മന്ത്രിസഭാ യോഗത്തിലടക്കം പദ്ധതിയുമായി മുന്നോട്ടു പോകേണ്ടെന്ന് വിദ്യാഭ്യാസ വകുപ്പ് നേരത്തെ തീരുമാനിച്ചിരുന്നു. എന്നാൽ 2 വർഷമായി മുടങ്ങിക്കിടന്ന 1500 കോടിയോളം രൂപ വാങ്ങിച്ചെടുക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ നീക്കം. കേന്ദ്ര സർക്കാരിനെ വിദ്യാഭ്യാസ വകുപ്പ് ഇക്കാര്യം അറിയിച്ചു. കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടാണെങ്കിലും രാജ്യത്തെ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. നമ്മുടെ കുട്ടികളല്ലേ, നമ്മൾ എന്തിനാ ഈ ഫണ്ട് കളയാണ്? സർക്കാർ തീരുമാനത്തിനെതിരെ CPI നേതാക്കൾ രംഗത്തെത്തി. നിലപാടിൽ മാറ്റമില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. നിലപാടിൽ നിന്ന് പിന്നോട്ടു പോകില്ലെന്ന് മന്ത്രി K രാജനും പറഞ്ഞു. ദേശീയ വിദ്യാഭ്യാസ നയത്തിനോടുള്ള കാഴ്ചപ്പാടും തെറ്റായ വിധത്തിലുള്ള ചില സാധനങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ശ്രമത്തിനുമെതിരായിട്ടുള്ള വലിയ ഇടപെടൽ തന്നെയാണ് പൊതുവായിട്ടുണ്ടാകുന്നത്. അതിൽ വേറെ ഒരു മാറ്റവും ചിന്തിക്കേണ്ട ഒരു ഘട്ടം ഇപ്പോൾ ഉണ്ടായിട്ടില്ല. കേരളത്തിൽ PM ശ്രീ പദ്ധതി നടപ്പാക്കരുതെന്നാവശ്യപ്പെട്ട് ASFും രംഗത്തെത്തി. നിലപാടിൽ CPI ഉറച്ചു നിൽക്കുമോ എന്നാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം. ക്യാബിനറ്റിൽ CPI മന്ത്രിമാർ എന്ത് നിലപാട് സ്വീകരിക്കും? LDFിൽ ചർച്ച ചെയ്യാൻ CPIക്ക്
അതിനുള്ള നിലപാടുണ്ടോ, ഉറച്ച നിലപാടുണ്ടോ എന്നറിയാൻ താല്പര്യമുണ്ട്. CPI എതിർപ്പ് ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്നാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം. അടുത്ത ആഴ്ച വിദ്യാഭ്യാസ മന്ത്രി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ നേരിൽ കണ്ട് പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യും. 24 തിരുവനന്തപുരം. അനുനയ ചർച്ചയ്ക്ക് ശേഷവും ആലപ്പുഴയിലെ CPIM നേതൃത്വത്തോടുള്ള അതൃപ്തി മാറാതെ മുതിർന്ന നേതാവ് ജി സുധാകരൻ. കുട്ടനാട്ടിൽ സംഘടിപ്പിച്ച VS അച്യുതാനന്ദൻ സ്മാരക പുരസ്കാര ചടങ്ങിൽ ജി സുധാകരൻ പങ്കെടുത്തില്ല. പ്രായപരിധിയുടെ പേരിൽ സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിവായാലും പാർട്ടിയിൽ സജീവമാകണമെന്നാണ് പുരസ്കാരവേദിയിൽ ജി സുധാകരന് പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബിയുടെ ഒളിയം. കേരള കർഷക തൊഴിലാളി യൂണിയന്റെ തൊഴിലാളി മാസിക ഏർപ്പെടുത്തിയതാണ് പുരസ്കാരം. CPM ജനറൽ സെക്രട്ടറി MA ബേബി S രാമചന്ദ്രൻ പിള്ളയ്ക്ക് സമർപ്പിച്ചു. ആലപ്പുഴയിലെ പാർട്ടി ആതിഥേയത്വം വഹിക്കുന്ന പ്രധാന പരിപാടി. നേതാക്കൾ വീട്ടിലെത്തി ക്ഷണിച്ചിട്ടും മുതിർന്ന നേതാവ് ജി സുധാകരൻ വിട്ടുനിന്നു. ഇതേസമയം കൊല്ലം കരുനാഗപ്പള്ളിയിൽ മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു. ജി സുധാകരന്റെ വിശദീകരണം ഇങ്ങനെ. നേരത്തെ നിശ്ചയിച്ചതാണോ കരുനാഗപ്പള്ളി പരിപാടി? ഒരു മാസം മുമ്പ്. അതുകൊണ്ടാണ് അതെ, അതുകൊണ്ടാണ്. ഇപ്പോഴുള്ള പരിപാടിയിൽ ക്ഷണമില്ലായിരുന്നു. അവിടെ പോയി ചോദിക്കാൻ പറഞ്ഞു. അതൃപ്തി പ്രതിഫലിക്കുന്ന പ്രതികരണം. പാർട്ടി നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന ജി സുധാകരന് പുരസ്കാരവേദിയിൽ പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബിയുടെ പരോക്ഷ മറുപടി. പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ കുറെ സഖാക്കൾ ചില ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒഴിവായി. അതല്ല, പാർട്ടി പ്രവർത്തനം അവസാനിപ്പിക്കുകയല്ല, പാർട്ടി തുടർന്നും പ്രവർത്തിക്കും. അതിന്റെ ഏറ്റവും മാതൃകാപരമായ ഉദാഹരണം സ്ഥാപിക്കുകയാണ്. സജി ചെറിയാന്റെ വേദിയിലെ സാന്നിധ്യവും ജി സുധാകരനെ ചൊടിപ്പിച്ചതായാണ് സൂചന. 24 ആലപ്പുഴ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.